മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ഭയങ്കര അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോവുകയാണ്. നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തുടർന്നുള്ള റിസൾട്ടിലും ഒരുപാട് പരിഭവങ്ങൾ, ആശങ്കകൾ, സംശയങ്ങൾ, നമുക്കുള്ള പരാതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ നീറ്റ് എക്സാമിനേഷൻ്റെ പ്രശ്നങ്ങൾ ഇനിയും തുടരുമോ, ഇനി നീറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ലേ, പാഷനേറ്റായ ആളുകൾക്ക് മെഡിസിനിൽ പോകുന്നതിൽ തെറ്റില്ല, അതിൽ ഫോക്കസ് ചെയ്യാം. മാത്രമല്ല വരാൻ പോകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മെഡിസിൻ തന്നെ ആവണോ വേണ്ടേ, വേറെ എന്തെങ്കിലും കോഴ്സുകൾ എടുക്കേണ്ടതുണ്ടോ, ദെൻ എഞ്ചിനീയറിംഗ് മേഖലകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. നമുക്കുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മെഡിസിൻ ഇനിയും സുതാര്യമല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുമോ ഇല്ലേ, അതിൻ്റെ സെലക്ഷൻ, നീറ്റ് എക്സാമിനേഷൻ്റെ വിശ്വാസ്യത തകർന്നോ ഇല്ലയോ, ഇനി അത് ആ വിശ്വാസ്യത വീണ്ടും ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ തുടർന്ന് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതിലൊക്കെ നമുക്ക് ഭയങ്കര ആശങ്കകളുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇനി നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് MBBS വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. അത്തരം വിദ്യാർത്ഥികളും കുട്ടികളും രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങോട്ട് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായ ധാരണകൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ ഇത്തരം കൺഫ്യൂഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഭാവി എന്തായിരിക്കും, പാരാമെഡിക്കലിൽ തന്നെ നഴ്സിംഗും ഫാർമസിയും MLTയും റേഡിയോളജിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മികച്ചത്, ഹയർ ഓപ്ഷൻസ് കൂടുതൽ ഏതാണ്, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് എന്താണ്, ഉപരിപഠന സാധ്യതകൾ എന്താണ്, അത് പഠിച്ചാൽ എന്താ കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും മെക്കട്രോണിക്സും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇത്തരം കോഴ്സുകളുടെ ഒരു ഗതി എന്തായിരിക്കും, അത് ഏത് രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്ത് കരിയർ ഓറിയൻറ്റഡ് ആക്കേണ്ടത്, അതോടൊപ്പം ചെയ്യേണ്ട അനുബന്ധ പ്രോഗ്രാമുകൾ എന്താണ്, എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുമ്പോൾ 120-ലധികം ബിടെക് ബ്രാഞ്ചുകളുണ്ട്, അതിൽ ഏതാണ് ഏറ്റവും നല്ലത്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഈ 6 ബ്രാഞ്ചുകളുടെ പ്രസക്തി എന്താണ്, ദെൻ AI സെപ്പറേറ്റ് ചെയ്യണോ, ദെൻ ഡേറ്റാ സയൻസ് സെപ്പറേറ്റ് വേറൊരു കോഴ്സായിട്ട് എടുക്കണോ, അതെല്ലാം ഒന്നിച്ച് ചെയ്യണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നിങ്ങളുടെ ഏറ്റവും നല്ല മികച്ച കോഴ്സുകളിൽ എത്തിക്കുന്ന ഒരു പ്രോഗ്രാം ശനിയാഴ്ച ജൂൺ 15-ാം തീയതി നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരിക, പങ്കെടുക്കുക. തീർത്തും സൗജന്യമായ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു സുവർണാവസരമാണ്. കൃത്യമായ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.